and view original complaint sample text equal to df of clean narrative index locate 0. സോ അതിൻ്റെ ഒറിജിനൽ കംപ്ലയിൻറ്റ്സ് വെക്കുകയാണ്. ഒരു സാമ്പിൾ എടുക്കുന്ന പോലെ എടുക്കുകയാണ്. ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, പുതിയ നെയിം കോപ്പി ചെയ്തെടുത്ത ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, അതിലെ നാരേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം ഡോട്ട് ഇൻഡെക്സ് ലൊക്കേറ്റ് ഓഫ് 0. സോ ആദ്യത്തെ ഒരു വാല്യൂ ആണ് കളക്ട് ചെയ്യുന്നത്. ദെൻ അവിടെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അപ്പർ കേസ് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, പങ്ക്ച്വേഷൻ, URLs, HTMLs, പ്ലേസ് ഹോൾഡർ, വേർഡ്സ് ലൈക്ക് സംതിങ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു NLPയുടെ ടാസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. വരുന്ന അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഏറ്റവും ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻകോഡ്. ഓക്കെ. ദെൻ കൺവേർട്ട് ടെക്സ്റ്റ് ടു ലോവർ കേസ് മെഷീൻ ലേണിംഗ് ട്രിക്സ്. ഈ ബാങ്ക് എന്ന് രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ടോട്ടലി കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിലേക്ക് കൊണ്ടുവരിക, ലോവർ ഇതിലേക്ക് കൊണ്ടുവരിക, ലോവർ കേസിലേക്ക് കൊണ്ടുവരിക. ദെൻ ആസ് 3 ഡിഫറെൻറ്റ് വേർഡ്സ് കൺവേർട്ട് എവറിത്തിങ് ടു ലോവർ കേസ്. അത് ചെയ്യുന്നത് DF ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സെറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഡാറ്റ ഉള്ളത്. സോ അതിൻ്റെ ക്ലീൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു ഒരു കോളം ഈക്വൽ ടു DF ഓഫ് ക്ലീൻ. DF ക്ലീന് അതിൻ്റെ നാരേറ്റീവ്, അതിൻ്റെ സ്ട്രിങ് ലോവറിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. സോ ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്തിട്ട്, നല്ല റീസൺ പറഞ്ഞില്ലേ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആവും. കേൾക്കുന്നില്ല? ലാസ്റ്റ് പറഞ്ഞത് കേട്ടിട്ടില്ല. ഈ ക്യാപിറ്റൽ ലെറ്റർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നില്ലേ ഇന്നലെ? എന്തിനാണ് ചേഞ്ച് ചെയ്യണമെന്ന്? ഹലോ ഹലോ, ക്ലിയർ ആവുന്നില്ല. കേൾക്കാവോ ഇപ്പോൾ? ഇപ്പോൾ ക്ലിയർ ആണ്. ഈ ബാങ്ക് എന്നുള്ളതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ടോട്ടലി ലോവർ കേസിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? ആ ഒരു പ്രോസസ്സാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. കൺവേർട്ട് എവറിത്തിങ് ടു ലോവർ കേസ്. എല്ലാത്തിനും ഈക്വലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. DF ഓഫ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടാണ് ഡാറ്റ ഫ്രെയിമിൻ്റെ പേര്. ഇപ്പോൾ കോപ്പി ചെയ്തത്. അതിൽ ക്ലീൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. ഈക്വൽ ടു DF ഓഫ് ക്ലീന്, അതിലെ നാരേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം ഡോട്ട് സ്ട്രിങ് എന്നുള്ളതിൽ ലോവർ എടുക്കുക. അത് സ്ട്രിങ് ആയിരിക്കും അതിൻ്റെ ഫോർമാറ്റ്. അതിൽ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ. ദെൻ പ്രിൻറ്റ് DF ഓഫ് ക്ലീൻ ടെക്സ്റ്റ് ഇൻഡെക്സ് ലൊക്കേറ്റ് ഓഫ് 0. സോ അതിൽ ആദ്യം വരുന്ന ഒരു വാല്യൂ കളക്ട് അല്ല
ഇതിൽ അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ട് ആ ഫസ്റ്റത്തെ അത് ലൊക്കേറ്റ് ചെയ്യാണ്. അതിലേക്ക് ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട് വരുന്നത് ഡിഫറെൻ്റ് ഇൻഡെക്സിലായിരിക്കും. അതായത് ഡി എഫ് ഓഫ് ക്ലീൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഇൻഡെക്സസ് ആയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു ഓരോ റോസിലുള്ളത് ടോട്ടലി ആയിരിക്കും വരിക. ഡി എഫ് ഓഫ് ക്ലീൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൽ ഒരുപാട് റോസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോളം സെപ്പറേറ്റ് അങ്ങനെ എടുക്കുക എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇൻഡെക്സ് 0, പിന്നത്തെ 1 അങ്ങനെ വരുമല്ലോ. അപ്പോൾ അതിനെ ആദ്യത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 0 എന്ന് പറഞ്ഞിട്ടത് കളക്ട് ചെയ്യുന്നത്. സോ സീറോത്ത് ഇൻഡെക്സിൻ്റെ അതിൽ കളക്ട് ചെയ്യാനാണ് ഇൻഡെക്സ് ലൊക്കേറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഇതുവരെ ക്ലിയർ ആണോ? നെക്സ്റ്റ് അതിൽ നിന്ന് HTML ടാഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. അപ്പോൾ HTML ലാംഗ്വേജ് അറിയുമോ? HTML CSS ഓക്കെ. ഈ പാരഗ്രാഫ് ടാഗ് അല്ലെങ്കിൽ ഹെഡ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനത്തെ ടാഗ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ പാരഗ്രാഫ് ടാഗിൻ്റെ ഇതാണ് യുവർ അക്കൗണ്ട് എന്നുള്ളത്. അതിനെ നോർമലി കൺവേർട്ട് ചെയ്തിട്ട് യുവർ അക്കൗണ്ട് എന്ന് മാത്രമാക്കിയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ലോവർ കേസിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടലി ലോവർ കേസിലായിരിക്കും വരുന്നത്. സോ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, ഡിഫൈൻ റിമൂവ് HTML, പാസ് ചെയ്ത് കൊടുക്കുകയാണ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. സോ ഈ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു പാസ് ചെയ്യേണ്ട ഒരു മെസ്സേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കംപ്ലൈൻറ്റ്സ്, അതിലായിരിക്കും അപ്ലൈ ചെയ്യുക. ദെൻ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് RE.compile ഈ ടാഗ്സ് ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടാഗിൻ്റെ സ്റ്റാർട്ടിങ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ, RE.compile. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻസ്, അത് ഈ പാറ്റേൺസ് മാച്ച് ചെയ്തിട്ട് അത് വരുന്നത് കമ്പൈൽ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിട്ടേൺ RE.sub ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പൈൽ ചെയ്ത് എടുത്ത ഒരു ഡാറ്റ അതിനെ ആ ഒരു കോട്ട് വെച്ചിട്ട് പാസ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ടാഗ്സ് റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റും അതിൻ്റെ ഉള്ളിലെ ഒരു ടാഗ്സ് റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ DF ഓഫ് ക്ലീൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് DF ക്ലീൻ ടെക്സ്റ്റ് ഡോട്ട് അപ്ലൈ റിമൂവ് HTML. സോ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് റണ്ണായിട്ട് അതിനെ റിപ്ലേസ് ചെയ്തിട്ട് നോർമലി ആ ഒരു ടെക്സ്റ്റ് മാത്രമാക്കിയിട്ട് കൊടുക്കും. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്ത് കൊടുക്കും, ആ ടാഗ്സ്. ഓക്കെ, ഈ ഒരു ടാഗിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ തന്നെ. ക്ലോസിങ് ടാഗും ഓപ്പണിംഗ് ടാഗും ഉണ്ട് ഇതിൽ. അതിൻ്റെ ഇടയിൽ വരുന്ന ഓൾ വാല്യൂസ് ആണ് കളക്ട് ചെയ്യേണ്ടത്. ഡോട്ടും ഓൾ വാല്യൂസും, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓൾ വാല്യൂസ് എന്നുള്ളതാണ്. ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കളക്ട് ചെയ്യുക. ബാക്കിയുള്ളത് ടോട്ടലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ അടുത്തത് URLs റിമൂവ് ചെയ്യുന്നത്. ഒരു URL, ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു URL ആണ് ഇവിടെ ഉള്ളതെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ദെൻ ഡിഫൈൻ റിമൂവ് URLs ടെക്സ്റ്റ്. ഇവിടെ RE ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സബ്ജക്റ്റ് ഇതിൻ്റെ ഫോർമാറ്റ് കൊടുക്കും. HTTPS ആൻഡ് www ആ ഒരു ഫോർമാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കളയുക. ദെൻ HTTPS എന്നുള്ള ഒരു സെക്യൂരിറ്റിയുടെ പ്രോട്ടോക്കോൾ. സോ ഇത് വന്നിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു വേർഡ്സ് മാത്രം കളക്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. റിപ്ലേസ് ചെയ്യുക, ടെക്സ്റ്റ് റിപ്ലേസ് ചെയ്യുക. ദെൻ DF ക്ലീൻ ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ അപ്ലൈ റിമൂവ് URLs എന്ന് കൊടുത്തു. സോ ആ URLs റിമൂവ് ചെയ്ത് പോകും. ദെൻ ഇമെയിൽ അഡ്രസ്സും അതേപോലെ റിമൂവ് ചെയ്യുക. ഈ ഒരു ഫോർമാറ്റിൽ RE.sub എന്ന് പറഞ്ഞിട്ട് അറ്റ് വരുന്ന കഴിഞ്ഞിട്ടാണല്ലോ ഈ gmail.com വരുന്നത്. സോ അത് തൊട്ടുള്ളതാണ് കളക്ട് ചെയ്യുന്നത്. അതിനെ റിപ്ലേസ് ചെയ്യുക. ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് DF ക്ലീൻ ഓഫ് ടെക്സ്റ്റ് എഗെയിൻ അപ്ലൈ റിമൂവ് ഇമെയിൽ എന്ന്. നമ്പേഴ്സും അതേപോലെ റിമൂവ് ചെയ്യുക. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീജേഴ്സ് വരുമ്പോഴാണ് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക. അതിനെ റീപ്ലേസ് ചെയ്യുക. അപ്ലൈ റിമൂവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ റിമൂവ് പങ്ക്ച്വേഷൻ എന്നുള്ളത് അതും ടെക്സ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. ടെക്സ്റ്റ് ഡോട്ട് ട്രാൻസ്ലേറ്റ് സ്ട്രിങ് മേക്ക് ട്രാൻസ്.
അതിൽ ആ ഒരു പങ്ക്ച്വേഷൻസ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. സ്ട്രിങ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവിടെ റിമൂവ് ചെയ്യുന്നത്. ആ ഒരു സ്പേസും ഇതൊക്കെ വരുന്നത് സ്ട്രിങ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കളക്ട് ചെയ്തെടുക്കുന്നത്. ദെൻ അതിലും റിമൂവ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തു. ജസ്റ്റ് ആ കളക്ട് ചെയ്യുന്ന സംഭവങ്ങൾ റിപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. കാരണം അത് എത്ര ക്ലീൻ ആവുന്നോ അത്രയും ബെറ്റർ ആയിരിക്കും പ്രഡിക്ഷൻസ് വരുന്നത്. സോ റിമൂവ് എക്സ്ട്രാ സ്പേസസ്. ക്ലീനിങ് ഓഫൺ ലീവ്സ് മൾട്ടിപ്പിൾ സ്പേസസ്. ഡിഫൈൻ റിമൂവ് സ്പേസസ്. അവിടുന്ന് സ്പേസസ് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആറ് സബ് എന്ന് പറഞ്ഞിട്ട് റീഡിങ് സ്ട്രിങ് എന്നുള്ള ഫോർമാറ്റ്. നമ്മൾ /s എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് എന്നുള്ള ഫോർമാറ്റാണ്. അതിൽ വരുന്നത് അവർ എംപ്റ്റി സ്പേസസ്, ഇവിടെ സ്പേസ് കണ്ടോ, ആ ഒരു സ്പേസസ് വെച്ചിട്ട് സ്പേസസ് നിന്ന് റിപ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ സ്പേസസ് റിമൂവ് ചെയ്യാനാണ് അത് എടുക്കുന്നത്. അത് സ്ട്രിങ് ഫോർമാറ്റിൽ എടുത്തിട്ട് അവിടെ നിന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. then അതിന് സ്ട്രിപ്പ് കൊടുക്കും. സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് റിമൂവ് ചെയ്തിട്ട് ആ ഒരു എംപ്റ്റി സ്പേസ് കളയുക എന്നുള്ളത്. ഓക്കെ, ദെൻ റിമൂവ് സ്പേസ് എന്നുള്ളത് അപ്ലൈ ചെയ്തു. ദെൻ അടുത്തത് പ്ലേസ് ഹോൾഡർ വേർഡ്സ്. ദിസ് CFPB dataset contains complaints financial something. Okay, ആ ഫിനാൻഷ്യൽ കംപ്ലയിൻസിൻ്റെ ലിസ്റ്റായിരുന്നു. അത് ആ ഒരു ഡാറ്റാ സെറ്റിൽ മാസ്ക്ഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ്. ഇപ്പോൾ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാർഡ് നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാസ്ക് ചെയ്തിട്ട് അവിടെ കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മാസ്ക്ഡ് വേർഡ്സ് റിമൂവ് ചെയ്യുക. ദെൻ RE എഗെയിൻ യൂസ് ചെയ്യാണ്. RE B എന്നാണ് പറഞ്ഞത്. B എന്നുള്ള ഫോർമാറ്റ് ഒന്നുകൂടി ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. S എന്നുള്ള സ്ട്രിങ്ങും D എന്നുള്ള ഇൻറ്റീജറും, B ബൈനറി അല്ലല്ലോ, ഈ ഒരു ഫോർമാറ്റ് എന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് ചെയ്യുന്നത് ഈ ഒരു എന്തിൻ്റെ കേട്ടില്ല. ക്ലിയർ പോയി. ഇതിൽ ആ ഒരു ബ്ലാങ്ക് ലൈൻസും എക്സ് എന്നുള്ള ഫോർമാറ്റ് അങ്ങനെ ഈ ഒരു ടൈപ്പ് വരില്ലേ,
അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ബ്ലാങ്ക് ലൈൻസും ആൻഡ് എക്സ് എന്നുള്ള ഫോർമാറ്റും ഈ ഒരു ടൈപ്പിൽ വരിക എന്നുണ്ടെങ്കിൽ അതിനെ കളക്ട് ചെയ്തിട്ട് മാസ്ക്ഡ് വേർഡ്സ് എന്ന് പറയും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിമൂവ്ഡ് മാസ്ക്ഡ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. df of clean ടെക്സ്റ്റ് df of clean അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് റിമൂവ്ഡ് മാസ്ക്ഡ് വേർഡ്സ് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സ്പേസസ് അഗെയിൻ റിമൂവ് ചെയ്യുക അതിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ ടോക്കണൈസേഷനാണ്. ഓക്കെ, ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു ഓരോ വേർഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടായിരുന്നു. ഈ പ്രോസസ്സില്ലേ ടോക്കണൈസേഷൻ, സ്പ്ലിറ്റ് ഇൻ ടു വേർഡ് യൂണിറ്റ്സ്, ഇതാണ് പെർഫോം ചെയ്യുന്നത്. കൺവേർട്ട് സെൻറ്റൻസ് ഇൻ ടു വേർഡ്സ് df of clean ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യുക ഈക്വൽ ടു df of clean ടെക്സ്റ്റ് ഡോട്ട് അപ്ലൈ വേർഡ് ടോക്കണൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഇമ്പോർട്ട് ചെയ്തതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ആ സെൻറ്റൻസിൽ അത് അപ്ലൈ ചെയ്യാനാണത്. ക്ലീൻ ടെക്സ്റ്റ് എന്നുള്ളതിൽ ഓൾറെഡി ടെക്സ്റ്റ് ഈ ഇത്രയും ക്ലിയർ ചെയ്ത ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അതിനെ ടോക്കണൈസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്തില്ലേ, ആ മെയിൽ റിമൂവ് ചെയ്തു, HTML ടാഗ്സ് റിമൂവ് ചെയ്തു, സ്പേസസ് റിമൂവ് ചെയ്തു, ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു, ഇത്രയും പ്രോസസ്സ് ആ ഒരു ടെക്സ്റ്റിൽ ചെയ്തില്ലേ. കംപ്ലൈൻസിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ ഇതൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ കുറച്ച് പ്രോസസ്സ് ചെയ്തില്ലേ, ഇത് ക്ലിയർ ആയിരുന്നു. ഈ പങ്ക്ച്വേഷൻ റിമൂവ് ചെയ്യുന്നത്, നമ്പേഴ്സ് റിമൂവ് ചെയ്യുന്നത്, ഇമെയിൽ ഡാറ്റ ക്ലീൻ ചെയ്യുന്നത്, ഓക്കെ, അത്രയും പ്രോസസ്സ് ചെയ്തു. ആ ഒരു കംപ്ലൈൻസിൻ്റെ ഇതെടുത്തിട്ട് അത്രയും പ്രോസസ്സ് അവിടെ ചെയ്തു. ആ ചെയ്തതിൽ എഗെയിൻ നമ്മൾ ഇനിയാണ് മെയിനായിട്ടുള്ള ആ ഒരു NLPയുടെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്, ടോക്കണൈസേഷൻ, നോർമലൈസേഷനൊക്കെ. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും ആ ഒരു ഓരോ കംപ്ലൈൻസിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇനി അതിലേക്ക് ഈ ടോക്കണൈസേഷനൊക്കെ അപ്ലൈ ചെയ്യാണ്. ഇത് ഡാറ്റ കറക്റ്റ് ക്ലിയർ ചെയ്യാണ്ട് നമ്മളത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെയിൽസും ഇതെല്ലാം കൂടി ആയിട്ട് ഒരു മെസ്സി ഫോമിലുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് അതിനെ ആദ്യം തന്നെ എല്ലാ ഇതിലും ക്ലിയർ ചെയ്തിട്ട് മെയിൽസ് റിമൂവ് ചെയ്തു, HTMLൻ്റെ ടാഗ്സ് റിമൂവ് ചെയ്തു, പങ്ക്ച്വേഷൻസ് റിമൂവ് ചെയ്തു, അതേപോലെ തന്നെ empty സ്പേസസ് ഒക്കെ റിമൂവ് ചെയ്തു. ഒരു ക്ലീൻഡ് ഫോർമാറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ ഫോർമാറ്റിലേക്കാണ് ഈ ഒരു ടോക്കണൈസേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. അപ്പോൾ വേർഡ് ടോക്കണൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, NLP ഇമ്പോർട്ട് ചെയ്തപ്പോൾ നേരത്തെ. സോ അത് അപ്ലൈ ചെയ്യാണ്. ഈ ക്ലീൻ ടെക്സ്റ്റിൽ അപ്ലൈ വേർഡ് ടോക്കണൈസ് എന്ന് പറഞ്ഞിട്ട് അത് കോൾ ചെയ്യാണ്. സോ I love NLP എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഇതൊരു എക്സാമ്പിളിന് കൊടുത്തിരിക്കുകയാണ്. സോ I love NLP ഉണ്ടെങ്കിൽ അതിന് ടോക്കണൈസ് ചെയ്യുമ്പോൾ I സെപ്പറേറ്റ്, ലവ് സെപ്പറേറ്റ്, NLP സെപ്പറേറ്റ്, അങ്ങനെയാണ് വരിക. ദെൻ ഇതെന്താണ് നോർമലൈസേഷൻ, സ്റ്റോപ്പ് വേർഡ് റിമൂവൽ, സ്റ്റെമ്മിങ്, ഇത്രയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. സോ അതിൽ സ്റ്റോപ്പ് വേർഡ് റിമൂവൽ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാണ്. സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഓഫ് എനി സ്റ്റോപ്പ് വേർഡ്സ് ഡോട്ട് വേർഡ്സ്. സ്റ്റോപ്പ് വേർഡ്സ് ഓൾറെഡി ഇവിടെ NLTK എന്നുള്ള ലൈബ്രറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൈപ്പൈ ഡോട്ട് NLTK ആ ഒരു ഇതിലായിരിക്കും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റോപ്പ് വേർഡ്സ് എന്നുള്ള ആ ഒരു ഇമ്പോർട്ട് ചെയ്തതിൽ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഈ ഒരു ടൈപ്പിലുള്ള വേർഡ്സ് ഉണ്ടാവും. ഇതേപോലെ യൂസ് ചെയ്യേണ്ടാത്ത വേർഡ്സ് ഉണ്ടാവും. സോ അതായിരിക്കും സ്റ്റോപ്പ് വേർഡ്സ് എന്നുള്ള അതിലുള്ളത്. സോ അതിൽ മാച്ച് ചെയ്യാത്തതായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സ്റ്റോപ്പ് വേർഡ്സ് എന്നുള്ളതിൽ ഓൾറെഡി ഈ ഇത്തരത്തിലുള്ള വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മാത്രമായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക. സോ അതുകൊണ്ടാണ് സ്റ്റോപ്പ് വേർഡ്സ് ഡോട്ട് വേർഡ്സ് ഇംഗ്ലീഷിലുള്ള ഒരു വേർഡ്സ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. ആൻഡ് റിമൂവ് സ്റ്റോപ്പ് വേർഡ്സ് ആൻഡ് ടോക്കൺസ് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യും. ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഐ ലവ് NLP എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഡിഫറെൻറ്റ് ടോക്കൺസ് ഉണ്ടാവുമല്ലോ, ആ ഒരു കോളത്തിൽ ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്തിട്ട് ടോക്കൺസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. ആ ടോക്കൺസിലേക്കാണ് അതിൽ സ്റ്റോപ്പ് വേർഡ്സ് റിമൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാതും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഓരോ വേർഡ്സും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിന്ന് സ്റ്റോപ്പ് വേർഡ്സ് റിമൂവ് ചെയ്താൽ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് വേർഡ് റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. ടോക്കൺസിലേക്ക് അത് അപ്ലൈ ചെയ്തു. റിട്ടേൺ വേർഡ്, ആ വേർഡ് റിട്ടേൺ ചെയ്യുക. ഫോർ വേർഡ് ഇൻ ടോക്കൺസ്, ടോക്കൺസിൽ ഇപ്പോൾ കുറേ വേർഡ്സ് ഉണ്ടാവും സ്പ്ലിറ്റ് ചെയ്തത്. ഇഫ് വേർഡ് നോട്ട് ഇൻ സ്റ്റോപ്പ് വേർഡ്സ്, സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് വേർഡ്സിൻ്റെ കളക്ഷനാണ്. ഈ പറഞ്ഞ ദ, വൈ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വേർഡ്സാണ്. നമുക്ക് കോണ്ടെക്സ്റ്റ് മാത്രം മതി. സ്റ്റോപ്പ് വേർഡ്സ് അങ്ങനെ ഫില്ലർ വേർഡ്സ് അല്ലെങ്കിൽ ഗ്ലൂ വേർഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ ഒരു വേർഡ്സ് റിമൂവ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓൾറെഡി സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ട് ചെയ്ത ലൈബ്രറിയിൽ ആ ഒരു വേർഡ്സ് ടോട്ടലി ഉണ്ടാവും. അപ്പോൾ അവിടെ ആ ഒരു വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ വേർഡിനും അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഫോർ വേർഡ് ഇൻ ടോക്കൺസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് വേർഡ് നോട്ട് ഇൻ സ്റ്റോപ്പ് വേർഡ്സ്, ആ വേർഡ് സ്റ്റോപ്പ് വേർഡ്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ആൻഡ് DF ക്ലീൻ ടോക്കൺസ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു DF ക്ലീൻ ഓഫ് ക്ലീൻ ടെക്സ്റ്റ് ഡോട്ട് സ്ട്രിങ് ഡോട്ട് സ്പ്ലിറ്റ്. ഒരു സ്ട്രിങ് ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നു. ഇതിൽ ഓൾറെഡി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടോക്കൺസ് ആ ഒരു കോമൺ ആയിട്ട് വരുന്ന വേർഡ്സിനെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ദെൻ വൈ വേർഡ്സ് ലൈക്ക് ദ ഈസ് ആർ വാസ് വർ ടു ഫോർ ഓഫ്, ഇതാണ് ഗ്ലൂ വേർഡ്സ് അല്ലെങ്കിൽ ഫില്ലർ വേർഡ്സ് എന്നൊക്കെ പറയാം. അപ്പിയർ ഫ്രീക്വൻ്റ്ലി ബട്ട് കോൺട്രിബ്യൂട്ട് ലിറ്റിൽ ടു ക്ലാസിഫിക്കേഷൻ, അതുകൊണ്ടാണ് ഈ ഒരു വേർഡ്സൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നത്. ക്ലിയർ ആണോ അത്? ഒരു സ്റ്റോപ്പ് വേർഡ്സ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. സോ ഈ ലെസ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്സ് ഡയറക്റ്റ്ലി റിമൂവ് ചെയ്ത് കളയാണ് അവിടെ. സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ ഉണ്ടാവും. ആ കളക്ഷനിൽ ഈ വേർഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാം. അങ്ങനെയാണ് കോഡ് വന്നിരിക്കുന്നത്. അതിൽ കാണിക്കോ സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ? ഇത് കുറച്ചുകൂടി ഉണ്ടാവും. ഈ ഒരു ഇപ്പം നമ്മൾ സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ ഓഫ് സ്റ്റോപ്പ് വേർഡ്സ് ആണ്. ലൈക്ക് അതിൽ ഡോട്ട് വേർഡ്സ്, സ്റ്റോപ്പ് വേർഡ്സ് ഡോട്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡ്സ് ടോട്ടലി കിട്ടും. സോ ആ ഒരു സ്റ്റോപ്പ് വേർഡ്സ് ടോട്ടലി അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ കംപ്ലൈൻ്റ് ആണല്ലോ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കംപ്ലൈൻറ്റ്സിൽ ടോക്കണൈസ് ചെയ്തതിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ടോക്കണൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഒരു സ്റ്റോപ്പ് വേർഡ്സുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ NP യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ എടുക്കുന്ന ഓരോ വേർഡും ഇതുമായിട്ട് സ്റ്റോപ്പ് വേർഡ്സിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. ടോക്കൺസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ആ ടോക്കൺസിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു വേർഡ് കീപ്പ് ചെയ്യാം. ടോക്കൺസ് ഈ സ്റ്റോപ്പ് വേർഡ്സിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടോക്കൺ കീപ്പ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ. മാറോ? ഓൺലൈൻ വ്യൂ. നെക്സ്റ്റ് ലെമറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. സ്റ്റെമ്മിങ് അല്ലെങ്കിൽ ലെമറ്റൈസേഷൻ എന്ന് പറയും. അത് ഈ ഒരു വേർഡിനെ അതിൻ്റെ റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ടെക്സ്റ്റിംഗ് ആണ് വേർഡെങ്കിൽ അതിൽ ടെക്സ്റ്റ് മാത്രം എടുക്കുക, ING എന്നുള്ള ഒഴിവാക്കും. ആസ്ക്ഡ് എന്നാണെന്നുണ്ടെങ്കിൽ ആസ്ക് എന്ന് മാത്രം എടുക്കും. EDയും ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയും. സോ ഏറ്റവും ബേസ് ഫോമിലേക്ക് അതിനെ
കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെമ്മിങ് അല്ലെങ്കിൽ ലെമ്മറ്റൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ലെമ്മറ്റൈസർ ഈക്വൽ ടു വേർഡ് നെറ്റ് ലെമ്മറ്റൈസർ എന്ന് പറഞ്ഞിട്ട് അതിനെ കോൾ ചെയ്യുക. വേർഡ് നെറ്റ് ലെമ്മറ്റൈസർ എന്ന് പറഞ്ഞിട്ടാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനെ കോൾ ചെയ്യുക. കോൾ ചെയ്തിട്ട് ഡിഫൈൻ ലെമ്മറ്റൈസ് വേർഡ്സ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ടോക്കൺസിൽ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് പാരാമീറ്റേഴ്സ് ടോക്കൺസിൽ കൊടുത്തു. റിട്ടേൺ ചെയ്യേണ്ടത് ലെമ്മറ്റൈസർ ഡോട്ട് ലെമ്മറ്റൈസ് ഓഫ് വേർഡ്. ലെമ്മറ്റൈസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി അതിൻ്റെ ഇൻസ്റ്റൻസ് കോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡോട്ട് ലെമ്മറ്റൈസ് ഓഫ് വേർഡ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ഫോർ വേർഡ് ഇൻ ടോക്കൺസ് ഇത് അപ്ലൈ ചെയ്യണം. ഫോർ വേർഡ് ഇൻ ടോക്കൺസ് ഓരോ വേർഡ്സിനും ഇത് അപ്ലൈ ചെയ്യുക. അതിൻ്റെ റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ ഡി എഫ് ഓഫ് ക്ലീൻ ടോക്കൺസ് ഈക്വൽ ടു ഡി എഫ് ഓഫ് ക്ലീൻ ടോക്കൺസ് ഡോട്ട് അപ്ലൈ ലെമ്മറ്റൈസ് വേർഡ്സ്. സോ അതിൻ്റെ റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ റണ്ണിങ്ങും റൺസ് ഇതൊക്കെ റണ്ണെന്ന് ആയി മാറും. ദെൻ കാർസ് എന്നുള്ളത് കാറായി മാറും. ഈ ഒരു പ്രസൻറ്റ് ടെൻസ് എല്ലാം ഫ്യൂച്ചർ പാസ്റ്റ് ആ ഒരു ടൈപ്പ് ഒക്കെ അതിൻ്റെ ഏറ്റവും റൂട്ട് ഫോമിലേക്ക് കൺവേർട്ട് ആവുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. ഓക്കെ, ലെമ്മറ്റൈസേഷൻ മനസ്സിലായോ? എന്താ ലെമ്മറ്റൈസേഷൻ ക്ലിയർ ആണോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പം നമ്മുടെ ടോക്കൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ആ വേർഡ്സ്, കോമയിട്ട് ഓരോ വേർഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ആ ടോക്കൺസിലോട്ട് ലെമ്മറ്റൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുന്നത് ഈ റണ്ണിങ് എന്നുള്ള വേർഡാണെന്നുണ്ടെങ്കിലും റൺസ് എന്നുള്ള വേർഡാണെന്നുണ്ടെങ്കിലും റാൻ എന്നുള്ള വേർഡാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. സോ ആ ഒരു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണ് എന്നുള്ളതാണ്. ഇപ്പോൾ റണ്ണിങ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ NING അത് റിമൂവ് ചെയ്തിട്ട് നോർമൽ ഏറ്റവും ബേസ് റൂട്ട് ഫോമിലേക്ക് അതിനെ കൊണ്ടുവരും ആ വേർഡ്. ഓക്കെ, അപ്പോൾ കാർസ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ കാറ് എന്നാക്കും, റണ്ണിങ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ റണ്ണാക്കും, പ്ലേയിങ് എന്നാണെന്നുണ്ടെങ്കിൽ പ്ലേനാക്കും. ഓക്കെ, ഏറ്റവും റൂട്ട് ഫോമിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. Then join tokens back into text. Machine learning models expect strings, not token list. So clean text എന്നുള്ള ഒരു ഇതെടുത്തിട്ട് ക്ലീൻ ടോക്കൺസ് ഡോട്ട് അപ്ലൈ ലാംഡ വേർഡ്സ് ഓരോ വേർഡ്സിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. ജോയിൻ വേർഡ്സ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. അതായത് ഇപ്പോൾ എല്ലാം ടോക്കൺസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. എല്ലാ വേർഡ്സും ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടോക്കൺസ് ആക്കിയിട്ട് മാറ്റിയിട്ടില്ലേ? അതെ. അപ്പോൾ അവിടെ ആ ഒരു കോമ ഇട്ടിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. കോമ അല്ലെങ്കിൽ സ്പേസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ വേർഡ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വേർഡ്സ് കോമ ഇട്ടിട്ട് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് വേർഡ്സ് എന്നാണ് മീനിങ്. സോ ഇതിനെ ജോയിൻ ചെയ്യേണ്ടത് ഓരോ വേർഡ്സിനെ അതിൻ്റെ ഓർഡറിൽ ജോയിൻ ചെയ്യേണ്ടത് empty സ്പേസ് വെച്ചിട്ടാണ്. ലാംഡ വേർഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വേർഡ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ലാംഡ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സിനും അപ്ലൈ ചെയ്യണം എന്നാണ്. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വേർഡിൻ്റെ വാല്യൂ എന്താണോ അതാണ്. അൺനൗൺ ആണ് ഇവിടെ പറയുന്നത്. സോ ലാംഡ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കോമയിട്ടിട്ട് ഈ ഒരു ടോക്കൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ടോട്ടലി ക്ലീൻ ചെയ്ത ടോക്കൺസ് ഉണ്ടാവുമല്ലോ അവിടെ. ഓരോ വേർഡ് ബൈ വേർഡ് ടോക്കണായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ. ഇപ്പോൾ ഐ ലവ് NLP എന്നുള്ളത് I, ലവ് NLP എന്നായി. അപ്പോൾ അതിനെ ജോയിൻ ചെയ്യുന്നത്
ഇപ്പോൾ ക്ലീൻ ചെയ്ത ആ ഒരു ഡാറ്റേനെ ജോയിൻ ചെയ്യുന്നത് എം ടി സ്പേസ് വെച്ചിട്ടാണ്. അപ്പം ഇതിൽ റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ആ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ ടോട്ടലി ക്ലീൻ ആയല്ലോ, ആ ഒരു 4 സ്റ്റെപ്പ് അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ ഇനി അടുത്തത് ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സിനെ എഗെയിൻ ജോയിൻ ചെയ്തിട്ട് പഴയ ഫോർമാറ്റിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റിലുള്ള മെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിൽസ്, ടാഗ്സ്, പങ്ക്ച്വേഷൻസ് എല്ലാം റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് NLPയുടെ ഒരു 4 പ്രോസസ്സ് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ടോട്ടലി ക്ലീൻ ആയിട്ടുള്ള ഒരു വേർഷനിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അത് ടോക്കൺസ് ആയിട്ടാണ് കിടക്കുന്നത്. ആ ടോക്കൺസ് ആയിട്ട് കിടക്കുന്നതിനെ ഒരു റീഡബിൾ സെൻറ്റൻസ് ആക്കിയിട്ട് പഴയ പോലെ മാറ്റുക. പഴയ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ക്ലീൻഡ് അല്ലായിരുന്നു, ഇപ്പോൾ ക്ലീൻഡ് ആണ്. അതിനെ ഒരു റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇതിനെ സെപ്പറേറ്റ് വെക്കുന്നതിന് ഒരുമിച്ചാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ എം ടി സ്പേസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക ആ വേർഡ്സിൽ ഈ ടോക്കൺസിൻ്റെ ഇത് വന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ വേർഡ്സിനെ എം ടി സ്പേസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ദെൻ കമ്പയർ ഒറിജിനൽ വേഴ്സസ് ക്ലീൻഡ് ടെക്സ്റ്റ്. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ഇല്ലേ, നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഒക്കെ മുന്നേ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ക്ലീൻഡ് ടെക്സ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് DF നരേറ്റീവ് ഡോട്ട് ഹെഡ്. ആദ്യത്തെ ഡാറ്റ ഫ്രെയിമിൻ്റെ പേരെന്താ, DF എന്നായിരുന്നു. അതിലെ നരേറ്റീവ് ഹെഡ് ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ദെൻ ക്ലീൻഡ് പറഞ്ഞിട്ട് അടുത്തത് കോൾ ചെയ്യാണ്, ക്ലീൻഡ് പറഞ്ഞിട്ട്. DF ക്ലീന് ഏറ്റവും ഫൈനലി നമ്മൾ ക്ലീൻ ചെയ്യാൻ അടുത്ത ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ പേര് DF ഓഫ് ക്ലീൻ എന്നാണ്. ദെൻ DF അണ്ടർസ്കോർ ക്ലീന്, അതിൽ ക്ലീൻ ടെക്സ്റ്റ് എന്നുള്ളത് ഓൾറെഡി ക്ലീൻഡ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഹെഡും 5 പ്രിൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഡിഫറൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ദെൻ അടുത്തത് MT കംപ്ലൈൻസ് ചെക്ക് ചെയ്യാൻ. ഇതിൽ ഏറ്റവും ലെങ്ത് കുറഞ്ഞത് IDX മിനിമം എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ലെങ്ത് MT കംപ്ലൈൻസ് ചെക്ക് ചെയ്യണം. അവിടെ കംപ്ലൈൻസ് ഒന്നുമില്ല, ജസ്റ്റ് MT ആയിട്ട് കിടക്കണം. സംടൈംസ് അഗ്രസീവ് ക്ലീനിങ് റിമൂവ്സ് ഓൾമോസ്റ്റ് എവറിത്തിങ്. അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാണ്. MT ഈക്വൽ ടു DF ഓഫ് ക്ലീൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കളക്ട് ചെയ്തു. ഡോട്ട് സ്ട്രിങ് ലെങ്ത് ഈക്വൽ ടു 0. അവിടെ 0 ആയി പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ദെൻ പ്രിൻറ്റ് MT കംപ്ലൈൻസ് ലെങ്ത് ഓഫ് MT എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യാണ്. MT കംപ്ലൈൻസ് 0, അവിടെ അങ്ങനത്തെ കംപ്ലൈൻസ് ഒന്നുമില്ല. ദെൻ ക്ലീൻ ടെക്സ്റ്റ് സ്ട്രിങ് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0. ഇതിൽ ഒന്നുകൂടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് DF ക്ലീൻ എന്നുള്ള ഒരു ഡാറ്റ ഫ്രെയിം സ്ട്രിങ് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ഉള്ളത് മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇൻ കേസ് ഏതെങ്കിലും എറർ എന്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 വന്നത് മാത്രം അതിലേക്ക് പാസ് ചെയ്യുകയാണ്, DF ക്ലീനിലേക്ക് ടോട്ടലി അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ദെൻ അതിനെ സേവ് ക്ലീൻ ഡാറ്റ സെറ്റ്, ക്ലീൻ ടു CSV. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിലെ 2_CSV എന്ന് പറഞ്ഞിട്ട്, മറ്റത് റീഡ് ചെയ്യുന്നത് read_CSV. ഇവിടെ CSV ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2_CSV എന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുക. അതിൻ്റെ നെയിമും കൊടുക്കുന്നു ആൻഡ് ഇൻഡെക്സ് ഈക്വൽ ടു ഫാൾസ്. അവിടെ ഇൻഡെക്സ് ചേഞ്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ പ്രിൻറ്റ് ക്ലീൻ ഡാറ്റ സെറ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി. അത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സോ ഇപ്പോൾ ചെയ്ത പ്രോസസ്സാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വിഷ്വലൈസേഷൻസ് ഒക്കെ ഇത്രയാണ് ചെക്ക് ചെയ്യുന്നത്. which words appear most frequently, which word combinations, bigrams or diagrams dominate, what customer complain about the most, how complaint categories differ. So ആ ഒരു വിഷ്വലൈസേഷന് മുന്നേ അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. Combine all cleaned text. Many visualizations requires a single corpus. All text എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ
എം ടി സ്പേസസ് ഡോട്ട് ജോയിൻ ഡി എഫ് ഓഫ് ക്ലീൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. സോ ആ ഒരു എം ടി സ്പേസസ് വെച്ചിട്ട് ആ ക്ലീൻ ടെക്സ്റ്റ് ജോയിൻ ചെയ്യണം. ഓക്കെ, ദെൻ പ്രിൻറ്റ് ടോട്ടൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലെങ്ത് ഓഫ് ഓൾ ടെക്സ്റ്റ്, ടോട്ടൽ ക്യാരക്ടേഴ്സ് എത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ടോട്ടലി പ്രിൻറ്റ് ചെയ്തു. ദെൻ ജനറേറ്റ് വേർഡ് ക്ലൗഡ്. ഇവിടെ എന്തോ ഒരു എറർ ഉണ്ടായിരുന്നു എനിക്ക്, ഇല്ല വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് NLP ഒരു വേർഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഇല്ലേ, ഇപ്പോൾ കംപ്ലൈൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ് ആണ് നമ്മൾ വേർഡ് ക്ലൗഡിൽ പ്ലോട്ട് ചെയ്യുക. വേർഡ് ഓഫ് ക്ലൗഡ് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ വേർഡ് ക്ലൗഡ് ഈക്വൽ ടു വേർഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ട് ചെയ്തതിൽ അതിൽ വിഡ്ത്തും ഹൈറ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ PLT ഫിഗർ ഫിൽ സൈസ് 10:5 എന്നൊക്കെ കൊടുക്കില്ലേ, അതേപോലെ ഇവിടെ വിഡ്ത്തും ഹൈറ്റും യൂസ് ചെയ്യാണ്. 1200 പിക്സൽസിലാണ് ചെയ്യുന്നത്, 1200 600. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ്, മാക്സിമം വേർഡ്സ് 300. അത്ര വേർഡ്സ് ആണ് വേർഡ് ക്ലൗഡിൽ വരാൻ പാടുള്ളൂ. അത് ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യാണ്. ദെൻ കളർ മാപ്പ് വിറിഡസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ജനറേറ്റ് ഓൾ ടെക്സ്റ്റ്. ഇത് ചെയ്യുന്നത് ഈ വേർഡ് ക്ലൗഡിൻ്റെ എത്ര വാല്യൂസ് ഉണ്ട് അത് മൊത്തം പാസ് ചെയ്തിട്ട് ഡോട്ട് ജനറേറ്റ് ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ ചെയ്തു. ഇവിടെ ഓൾ ടെക്സ്റ്റ് എന്നുള്ളതിൽ ടോട്ടൽ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്. നമ്മൾ ടോക്കൺസ് എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഒരെണ്ണാക്കിയിട്ട് മാറ്റി. എന്നിട്ടാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ടോ അതിന്ന് വേർഡ് ക്ലൗഡ് എടുക്കുന്നത്. ക്ലിയർ ആണോ? അതായത് ഈ ക്ലീൻ ചെയ്ത എല്ലാ കംപ്ലൈൻറ്റ്സും ഉണ്ടാവില്ലേ, ഇപ്പം എത്ര റോസ് ഉണ്ടോ അത്രയും റോസ് ഉണ്ടാവും, അത്രയും റോസാണ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ കംപ്ലൈൻറ്റ്സ് എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്യാണ്. ഇത് ഈ ഒരു പ്രോസസ്സിന് മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. വേർഡ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെപ്പറേറ്റ് കോമ ഇട്ടിട്ടാണല്ലോ ഈ ഇപ്പോൾ എല്ലാം സെപ്പറേറ്റ് നിൽക്കുന്നുണ്ടാവും. ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് എല്ലാത്തിലും സെപ്പറേറ്റ് ഓരോ റോയിലും സെപ്പറേറ്റ് കംപ്ലൈൻറ്റ്സ് കിടക്കുന്നുണ്ടാവും. സോ ഈ കംപ്ലൈൻറ്റ്സിനെ എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്ന് ആ ഒരു സ്പേസസ് ഒക്കെ വരുന്ന ഇതിൽ വെച്ചിട്ട് ഏതൊക്കെ വേർഡ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന വേർഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ് ഈ വേർഡ് ക്ലൗഡിൽ അത് ചൂസ് ചെയ്യുക. ഇത്രയും ഓക്കെയാണോ? ഈ വേർഡ് ക്ലൗഡ് എന്നുള്ളതിന് ഡോട്ട് ജനറേറ്റ് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ടെക്സ്റ്റ് പാസ് ചെയ്യാണ്, ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് ലേൺ ചെയ്തിട്ട് അവിടെ നിന്നൊരു വേർഡ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് തരും. PLT.figure അവിടെ സൈസ് സെറ്റ് ചെയ്യുന്നു. ഇമേജ് ഷോ വേർഡ് ക്ലൗഡ്, ഇമേജ് ഷോ എന്നാണ് ഇതിനെ കോൾ ചെയ്യുക. PLT.im ഷോ എന്ന് പറഞ്ഞിട്ട്. ദെൻ PLT.ആക്സസ് ഓഫ്, അതിൽ എക്സും വൈ ആക്സസും ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ ടൈറ്റിലും പാസ് ചെയ്യുന്നു PLT.show എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ ടേംസ് ആണ് വരുന്നത്. ഐഡൻറ്റിറ്റി, സർവീസ്, തഫ്റ്റ്, ആ ഒരു കംപ്ലൈൻസിൽ വരുന്ന ടേംസ് ആണ് അവിടെ വരുന്നുണ്ടാവുക. ക്രെഡിറ്റ് സ്കോർ, വിക്ടിം, ഐഡൻറ്റിറ്റി, ബിസിനസ് ഡേ, കുറേ കാണുന്നില്ലേ. അപ്പോൾ അത് ആ കംപ്ലൈൻസുമായിട്ട്, ടോട്ടൽ കംപ്ലൈൻസുമായിട്ട്, ക്ലീൻഡ് കംപ്ലൈൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ക്ലിയർ ആണോ? അത്രയും അതെ, ക്ലിയർ ആണ്. ദെൻ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ടോപ്പ് 30 ഫ്രീക്വൻറ്റ് വേർഡ്സ് ചെക്ക് ചെയ്യുക. ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് കൗണ്ടർ. കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് കൗണ്ടർ. ഇപ്പോൾ നമ്മൾ ടൈമർ ഓൺ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യില്ലേ എത്ര സെക്കൻഡ് ആയിരുന്നു, അതേപോലെ ഇതിൽ എത്ര കൗണ്ട് വന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. വേർഡ്സ് ഈക്വൽ ടു ഓൾ ടെക്സ്റ്റ് ഡോട്ട് സ്പ്ലിറ്റ്. ഇപ്പോൾ എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഒരു എം ടി സ്പേസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. വേർഡ് ഫ്രീക്വൻസി കൗണ്ടർ സ്ട്രിങ് ഓഫ് വേർഡ്സ്. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എം ടി സ്പേസിൽ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എല്ലാം സ്പ്ലിറ്റായിട്ട് വരും. അപ്പോൾ അതിനെ ഈ ഒരു വേർഡ് ഫ്രീക്വൻസി എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ട്
കൗണ്ടർ യൂസ് ചെയ്യും. കൗണ്ടർ യൂസ് ചെയ്യുമ്പോൾ അതിൽ എത്ര കൗണ്ടർ സ്ട്രിങ് ഓഫ് വേർഡ്സ്, സോ ഓരോന്നും എത്ര എണ്ണം വെച്ച് വരുന്നുണ്ട് എന്നാണ് അവിടെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ NLP എന്നുള്ള വേർഡ് അല്ലെങ്കിൽ NLP വേണ്ട, ബുക്ക് എന്നുള്ള വേർഡ് 3 വട്ടം വരുന്നുണ്ട് വയ്ക്കുക. അപ്പോൾ കൗണ്ടർ യൂസ് ചെയ്യുമ്പോൾ ആ 3 എന്നുള്ളതായിരിക്കും ഔട്ട് വരിക. So word top words equal to pd dot data frame. Counter string of words top words equal to pandas dot data frame. Word frequency dot most common 30. So അതിൽ 30 വാല്യൂസ് എടുക്കണല്ലോ, ഡാറ്റ സെറ്റ് കുറേ ഉണ്ടെങ്കിലും. കോളംസ് വേർഡും ഫ്രീക്വൻസി. ക്രെഡിറ്റ് എന്നുള്ളത് 3,17,561. എത്ര ഡാറ്റ? 1,62,000 ഡാറ്റ അല്ലായിരുന്നു. ഓക്കെ, ഡാറ്റ അല്ല, ടോട്ടലി യൂസ് ചെയ്ത വേർഡ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലുണ്ടാവും, ക്യാരക്ടേഴ്സ് കുറേ ഉണ്ടായിരുന്നു, വേർഡ്സ് കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ക്രെഡിറ്റ് എന്നുള്ള വേർഡ് 3,17,561 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1,62,211 ഡാറ്റയാണുള്ളത്. ആ ഒരു ഡാറ്റയിൽ ഇപ്പോൾ വേർഡിൻ്റെ ഇതാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ആ 3,00,000 ഡാറ്റയൊക്കെ വരുന്നത്. ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്യാണ് എത്ര പ്രാവശ്യം ആ ഫ്രീക്വൻസി വന്നിട്ടുണ്ടെന്നുള്ളത്. ദെൻ വിഷ്വലൈസ് ടോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് സൈസ് സെറ്റ് ചെയ്യുന്നു, ബാർ പ്ലോട്ട് സെറ്റ് ചെയ്യുന്നു, ഡാറ്റ ഈക്വൽ ടു ടോപ്പ് വേർഡ്സ്. ടോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 30 അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേർഡ് ഫ്രീക്വൻസി മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 30 വേർഡ്സ്. അതിൽ y ഈസ് ഈക്വൽ ടു വേർഡ്, എക്സ് ഈക്വൽ ടു ഫ്രീക്വൻസി. അവിടെ ആ ഒരു വേർഡ് എത്ര ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, പിന്നെ പല്ലറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തീം സെറ്റ് ചെയ്തു, റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ടൈറ്റിലും ഷോയും. ഓക്കെ ആണോ? ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന വേർഡ്സ് ഉണ്ടാവില്ലേ, ടോക്കണൈസേഷൻ ആ ഒരു ടൈമിലൊക്കെ? കൂടുതൽ വരുന്ന വേർഡ്സ് ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് വേർഡ്സ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ അതിൽ കുറേ വേർഡ്സ് ഉണ്ടാവും, ക്യാരക്ടേഴ്സും വേർഡ്സും കുറേ ഉണ്ടാവും. അതിൽ 30 വാല്യൂസാണ് കളക്ട് ചെയ്തത്, ടോപ്പ് 30. ക്ലിയർ ആയില്ല? ഇപ്പം നമ്മളെല്ലാ ടെക്സ്റ്റും കൂടി സ്റ്റിച്ച് ചെയ്തല്ലേ, ഒരു 9,00,000 എത്ര വന്നില്ലേ, ആ ക്ലീൻ ചെയ്ത ഡാറ്റ ടോട്ടലി സ്റ്റിച്ച് ചെയ്തില്ലേ വേർഡ് ക്ലൗഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ടോട്ടൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരുന്നത്. അതിൻ്റെ അതിൽ വേർഡ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇത് ടോട്ടലി ക്യാരക്ടേഴ്സിൻ്റെയാണ്. അപ്പോൾ അതിൽ വേർഡ്സും ഒരുപാട് വരുന്നുണ്ട് ഇത്രയും കംപ്ലൈൻസിൽ. ടോട്ടൽ കംപ്ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,62,211 റോസ് അവിടെ വരുന്നുണ്ട്, ടോട്ടൽ കംപ്ലൈൻസ്. ഓക്കെ, സോ ആ ഒരു ഓൾ ടെക്സ്റ്റിലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓൾ ടെക്സ്റ്റിൽ വേർഡും ആദ്യത്തെ 30 വാല്യൂ ഇവിടെ തന്നെ കളക്ട് ചെയ്തു. ആദ്യത്തെ 30 എണ്ണം 0 to 29 വരെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സ് ഇല്ലേ, കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ഇവിടെ കളക്ട് ചെയ്തു. ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് കൗണ്ടർ. അതിൽ ഓരോ വേർഡ്സും ഓൾ ടെക്സ്റ്റിൽ നിന്ന് ഓരോ വേർഡ്സും സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് വേർഡ് ഫ്രീക്വൻസി അവിടെ യൂസ് ചെയ്തു. സോ ഓൾ ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ എംപ്റ്റി സ്പേസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൽ കൂടുതൽ
ഫോക്കസ് ചെയ്തിട്ട് ടോപ്പ് 30 വേർഡ്സ് കളക്ട് ചെയ്യുകയാണ്. ടോപ്പ് വേർഡ്സ് ഈക്വൽ ടു പാണ്ടാസ് ഡോട്ട് ഡാറ്റ ഫ്രെയിം വേർഡ് ഫ്രീക്വൻസി മോസ്റ്റ് കോമൺ. സോ ആദ്യത്തെ ഒരു 30 ടോപ്പ് വാല്യൂസ് വരും. ദെൻ അതിനെ വിഷ്വലൈസ് ചെയ്യുകയാണ്. ഡാറ്റ ഈക്വൽ ടു ടോപ്പ് വേർഡ്സ്, വൈ ഈസ് ഈക്വൽ ടു വേർഡും, എക്സ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി. വൈയിൽ വേർഡ്സും അതിൻ്റെ ഫ്രീക്വൻസി എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഈ എക്സിൽ. ടൈറ്റിലും ഷോയും കൂടി കൊടുക്കുക. വൈ ഡസ് അക്കൗണ്ട് അപ്പിയർ ഫ്രീക്വൻ്റ്ലി? ഫ്രം sklearn ഡോട്ട് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഡോട്ട് ടെക്സ്റ്റ് ഇമ്പോർട്ട് കൗണ്ട് വെക്ടറൈസർ. അപ്പോൾ ഇത് കൗണ്ട് ചെയ്യാനുള്ള ഒരു ഇത് തന്നെയാണ്. സോ അത് ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ബൈഗ്രാംസ്. ബൈഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ടാണ്. എൻഗ്രാമും ബൈഗ്രാമും എന്ന് പറയുന്നത്. Engrams are continuous sequences of n item, usually words, used in neural language processing natural language processing to analyze text. Bigrams specifically are sequences of language model. Engrams are contiguous sequence of types of engrams: unigram, bigram, trigram. Description: a single word. Example chapter. ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുക, സെർച്ച് ചെയ്തിട്ട്. നെക്സ്റ്റ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഡോട്ട് ടെക്സ്റ്റ് ഇമ്പോർട്ട് കൗണ്ട് വെക്ടറൈസർ. ബൈഗ്രാം ഈക്വൽ ടു കൗണ്ട് വെക്ടറൈസർ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. എൻഗ്രാം റേഞ്ച് 2,2 എന്നുള്ളത്. So engrams can be thought of as a sequence of words or characters. And what is a engram? What is an engram? Analogy: think of engrams like a collection of outfits. Each outfit can consist of different numbers. Sound breakdown.
കേൾക്കാവോ? ഈ ഒരു എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് എൻഗ്രാംസ് എന്ന് അല്ലെങ്കിൽ ബൈഗ്രാംസ് എന്നൊക്കെ പറയുന്നത്? ക്ലിയർ ഇല്ല. ഒട്ടുമില്ല, അതിൽ ഓടാവും. ഒരു മിനിറ്റ്. ഒട്ടും ക്ലിയർ ഇല്ല. ഇപ്പൊ ക്ലിയർ ഉണ്ട്. സോ എൻഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻസസ് ഓഫ് എൻ വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ കളക്ഷൻ ഓഫ് ഔട്ട്ഫിറ്റ്സ് എന്നുള്ള ഒരു അനലോഗി ആയിട്ട് എടുത്തത്. തിങ്ക് ഓഫ് എൻഗ്രാംസ് ലൈക്ക് എ കളക്ഷൻ ഓഫ് ഔട്ട്ഫിറ്റ്സ്. ഈച്ച് ഔട്ട്ഫിറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് ക്ലോത്തിങ് ഐറ്റംസ് വേർഡ്സ്. സോ എൻ പെയേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എത്ര എണ്ണം വേണമെങ്കിലും വരാം. എൻ നമ്പർ ഓഫ് ഐറ്റംസ് അതിൽ വരാം. അതാണ് എൻഗ്രാംസ് എന്ന് പറയുന്നത്. സോ ഒരു 1 gram എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഷർട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് 2 gram എന്ന് പറയുമ്പോൾ ഷർട്ടിൻ്റെ കൂടെ പാൻസോ അങ്ങനെ എന്തെങ്കിലും കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഉണ്ടാവും, ജാക്കറ്റ് ഉണ്ടാവും, ആൻഡ് പാൻസ് ഉണ്ടാവും, ടൈയോ അങ്ങനെ സെപ്പറേറ്റ് ഒരു 10 എണ്ണം യൂസ് ചെയ്യുന്നത്. അതാണ് എൻഗ്രാം എന്ന് പറയുന്നത്. ബൈഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഐറ്റം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരു സീക്വൻസ് ഓഫ് 2 കൺസിക്യൂട്ടീവ് വേർഡ്സ് ആണ് ബൈഗ്രാം എന്ന് പറയുന്നത്. പെയർ ഓഫ് ഷൂസ്, അതായത് അതിൻ്റെ അതേ ടൈപ്പ് കൺസിക്യൂട്ടീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഇത്. ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരേപോലത്തെ അതായത് പെയറായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ടാവില്ലേ, പെയറായിട്ട് വരുന്ന വേർഡ്സ്. ഓക്കെ, ആ ഒരു ടൈപ്പാണ് ബൈഗ്രാം എന്ന് വരിക. സോ അതാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. കൗണ്ട് വെക്ടറൈസർ എന്ന് പറഞ്ഞിട്ട് അതിന് കളക്ട് ചെയ്യുന്നത്. ബൈഗ്രാം എന്ന് പറഞ്ഞിട്ട് ആ പെയറായിട്ട് വരുന്ന വേർഡ്സ്. ബൈഗ്രാം ഈക്വൽ ടു കൗണ്ട് വെക്ടറൈസർ എൻഗ്രാം റേഞ്ച് 2,2 എന്നുള്ളത്. സോ മാക്സിമം ഫീച്ചേഴ്സ് 20 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ എൻഗ്രാമിൻ്റെ റേഞ്ച് 2 ആണ് സെറ്റ് ചെയ്യുന്നത്, 2,2 എന്ന് പറഞ്ഞിട്ട്. ദെൻ എക്സ് ഈക്വൽ ടു ബൈഗ്രാം ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം. നമ്മൾ ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ ഒരു ഫോർമാറ്റിലുള്ളതൊക്കെ കളക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് തരും. DF ക്ലീൻ ഓഫ് ടെക്സ്റ്റ്. സോ ആ പെയർ ഓഫ് വേർഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ബൈഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബൈഗ്രാം കൗണ്ട്സിൻ്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുകയാണ്. പാണ്ടാസ് ഒരു ഡാറ്റ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. പാണ്ടാസ് ഡോട്ട് ഡാറ്റ ഫ്രെയിം എക്സ് ഡോട്ട് സമ്മ് ആക്സസ് ഈക്വൽ ടു 0. ഓരോ റോസിലാണ് ചെക്ക് ചെയ്യുന്നത്. ആക്സസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ റോസ് അല്ലേ, അപ്പോൾ ഓരോ റോസിലാണ് ചെക്ക് ചെയ്യുന്നത്. ഡോട്ട് A1 എന്നുള്ളത്
ഇൻഡെക്സ് ബൈഗ്രാം ഗെറ്റ് ഫീച്ചേഴ്സ് നെയിം ഔട്ട്. A1 എന്താന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. A1 അതിൽ ഈ ഒരു സ്റ്റെപ്പിൽ ഓരോ റോയിലുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. എക്സ് എന്നുള്ളതിൽ എന്താ ഉള്ളത്, ബൈഗ്രാം ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം. ബൈഗ്രാം എന്നുള്ള ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ എൻഗ്രാമിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഫീച്ചേഴ്സ് 20 എണ്ണം വരെ എടുത്തിട്ടുണ്ട്. സോ അതിൽ എത്ര ഡാറ്റ ഉണ്ടോ അതിൽ ഈ ബാച്ച് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യില്ലേ, അതേപോലെയാണ് ആ ഒരു ഫീച്ചേഴ്സ് 20 എണ്ണം വരെ കളക്ട് ചെയ്യുന്നത്. ദെൻ ആ എക്സിൽ ബൈഗ്രാം ട്രാൻസ്ഫോം ചെയ്തതുണ്ട്. എക്സ് എന്ന് ഓരോ റോയിലുള്ളത് കളക്ട് ചെയ്യാണ്. ഡോട്ട് A1 എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം. A1 ഫങ്ഷൻ നെയിമൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്തായിരുന്നു? ഓക്കെ, ഇൻഡെക്സ് ഈക്വൽ ടു ബൈഗ്രാം ഡോട്ട് ഗെറ്റ് ഫീച്ചർ നെയിംസ് ഔട്ട്. ഇപ്പോൾ പെയറായിട്ട് അവിടെ ബൈഗ്രാമിൽ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഫീച്ചർ നെയിംസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. കോളംസ് ഈക്വൽ ടു ഫ്രീക്വൻസി. സോ അതിൻ്റെ കൂടെ ആ ഒരു നെയിംസ് കളക്ട് ചെയ്തു, അതിൻ്റെ കൂടെ കോളംസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് എത്ര കൗണ്ട് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കളക്ട് ചെയ്തു. ദെൻ കൗണ്ട് ചെയ്യാണ്, ബൈഗ്രാം കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ബൈഗ്രാം കൗണ്ട്സ് ഡോട്ട് സോർട്ട് വാല്യൂസ് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ബൈ ഫ്രീക്വൻസി സോർട്ട് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അവിടെ സെറ്റ് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഫാൾസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു. സോ ഡിസെൻഡിങ് ആണ് വരിക. ദെൻ ബൈ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അവിടെ കളക്ട് ചെയ്യേണ്ടത്. A1 എന്ന് പറഞ്ഞാൽ മേ ബി ഫസ്റ്റത്തെ കോളം ആയിരിക്കും കേട്ടോ, ചെക്ക് ചെയ്യാം. ദെൻ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എത്ര ഫ്രീക്വൻസി വരുന്നുണ്ടെന്ന്, ബൈഗ്രാംസിൻ്റെ ആ പെയർ വേർഡ്സിൻ്റെ എത്ര കളക്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് റിപ്പോർട്ടിലാണ് 99,346 കൗണ്ട് വരുന്നുണ്ട്. ഏറ്റവും കുറവ് ഫ്രോജുലൻ്റ് അക്കൗണ്ടിൽ 10,095 എന്നുള്ളത്. ദെൻ ബൈഗ്രാം വിഷ്വലൈസേഷൻ, ഇതേ കൗണ്ട് തന്നെ ആയിരിക്കും ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നത്. ബാർ പ്ലോട്ട് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു ഫ്രീക്വൻസി, വൈ ഈസ് ഈക്വൽ ടു ബൈഗ്രാം കൗണ്ട്സ് ഡോട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഡാറ്റ ബൈഗ്രാം കൗണ്ട്സ് എന്നും കൊടുത്തു. സോ എക്സും വൈയും ഡാറ്റ അവിടെ പാസ് ചെയ്തു. പിന്നെ അതിൻ്റെ തീമും പല്ലറ്റ് മാക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ടോപ്പ് 20 ബൈഗ്രാംസ് എന്ന് പറഞ്ഞു. ഇതിൽ ആദ്യത്തെ ടോപ്പ് 20 ആണ് നേരത്തെ ആ ഒരു 20 എണ്ണം കളക്ട് ചെയ്ത് വെച്ചത്, അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, പെയർ ഓഫ് വേർഡ്സ് ഇല്ലേ അത് കളക്ട് ചെയ്യുന്നതാണ്. ദെൻ പിന്നെ അതേപോലെ തന്നെ ട്രൈഗ്രാംസ് കളക്ട് ചെയ്യുന്നുണ്ട്. ട്രൈഗ്രാംസ് എന്ന് പറഞ്ഞാൽ 3 പേരായിട്ട് വരുന്ന വേർഡ്സ് ആയിരിക്കും. സോ അതും ഇതേപോലെ ഒരു 20 എണ്ണം ടോപ്പ് കളക്ട് ചെയ്യുന്നു. സെയിം രീതിയിൽ ഓരോ ഫീച്ചർ നെയിംസ് ഔട്ട് ചെയ്യുന്നു, അതിൻ്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബൈഗ്രാംസുമായി ട്രൈഗ്രാംസുമായി. ദെൻ എൻഗ്രാംസ് കളക്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് ക്രെഡിറ്റ് ആൻഡ് കാർഡ്, ദ മോഡൽ ലേൺസ് ക്രെഡിറ്റ് കാർഡ്. സോ റിലേറ്റഡ് ആയിട്ടുള്ള ആ വേർഡ്സ് ഉണ്ടാവില്ലേ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുമ്പോൾ 1 by 1 ആയിട്ടാണ് അത് വരിക. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു 2-3 വേർഡ്സ് പെയറൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എൻഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് കണ്ടെയ്ൻസ് മച്ച് റിച്ചർ സെമാൻറ്റിക് ഇൻഫർമേഷൻ. സെമാൻറ്റിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് വരുന്ന വേർഡ്സിൽ വെക്റ്റർ ഡാറ്റാബേസിൽ അടുത്തടുത്ത് കുറേ വേർഡ്സ് വരുമെന്ന് പറഞ്ഞില്ലേ ഹൈ ഡയമെൻഷനിൽ.
അതെ. ഇപ്പോൾ പ്ലേ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ക്രിക്കറ്റ് എന്നോ ഫുട്ബോൾ എന്നോ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരും. ആൻഡ് ക്രിക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അതിൻ്റെ അറൗണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ. ഫുട്ബോളിൻ്റെ അതിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അടുത്തടുത്ത് നിൽക്കുന്നുണ്ടാവും. സോ ഈ എൻഗ്രാംസ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൈഗ്രാംസും ട്രൈഗ്രാംസും ആണ് എടുത്തത്. ബൈഗ്രാംസ് എന്ന് പറയുമ്പോൾ പെയർ ഓഫ് 2, മറ്റത് പെയർ ഓഫ് 3. അങ്ങനെ വരുമ്പോൾ ഈ സെപ്പറേറ്റ് നിൽക്കുന്ന ഇൻഡിവിജ്വൽ വേർഡ്സിനെ കണക്ട് ചെയ്തിട്ട് അതിനൊരു മീനിങ് സെമാൻറ്റിക് അണ്ടർസ്റ്റാൻഡിങ് അവിടെ ചെയ്യാൻ പറ്റും. അതിനാണ് ഇത് ചെയ്യുന്നത്. ദെൻ കംപ്ലൈൻറ്റ് ലെങ്ത് ബിഫോർ വേഴ്സസ് ആഫ്റ്റർ ക്ലീനിങ്. സോ ആദ്യത്തെ കംപ്ലൈൻറ്റ് ലെങ്ത്തും നമ്മൾ ക്യാരക്ടേഴ്സ് വെക്കിയതില്ലേ 1700 ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യണതിൻ്റെ. അപ്പോൾ DF ഓഫ് ക്ലീന് ഒറിജിനൽ ലെങ്ത്, ആദ്യം ക്ലീൻ ചെയ്യണതിൻ്റെ മുന്നത്തെ ലെങ്ത്തും DF ഓഫ് നരേറ്റീവ് ഡോട്ട്. ഓക്കെ, ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് പുതിയ ഡാറ്റ ഫ്രെയിമിലേക്കാണ് ഒരു കോളം അപ്ഡേറ്റ് ചെയ്യുന്നത്. DF എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ, ഏറ്റവും ആദ്യത്തെ ഡാറ്റ ഫ്രെയിമിലെ നരേറ്റീവ് സ്ട്രിങ് ഡോട്ട് സ്പ്ലിറ്റ് അപ്ലൈ ലെങ്ത്. അപ്പോൾ ആ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എം ടി സ്പേസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് കളക്ട് ചെയ്യാണ്. ദെൻ DF ഓഫ് ക്ലീൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ആ ഒരു ക്ലീൻ ടെക്സ്റ്റിൻ്റെ ലെങ്ത്തും കൂടി കമ്പയർ ചെയ്യാണ്. ദെൻ അതിനെ വിഷ്വലൈസ് ചെയ്യാണ്. അത് പ്രിൻ്റ് ചെയ്യിച്ചാലും വരും. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഹിസ്റ്റോഗ്രാംസ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. DF ഓഫ് ക്ലീന് ഒറിജിനൽ ലെങ്ത്ത് പറഞ്ഞിട്ട് പാസ് ചെയ്തു. അതിൻ്റെ ഒരു 50 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ആൽഫ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യുന്നത്, ഒരു എത്ര വിസിബിൾ ആവണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ആൽഫ എന്നുള്ളതിലാണ്. ലേബൽ ഈക്വൽ ടു ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ അടുത്തതിൽ അതേപോലെ ക്ലീൻഡ് ലെങ്ത്തിൻ്റെ 50 എണ്ണം എടുത്തു, ലേബൽ ഈക്വൽ ടു ക്ലീൻഡ് എന്ന് കൊടുത്തു. ദെൻ എക്സ് ലേബിൾ വൈ ലേബിൾ ലെജൻഡ് സെറ്റ് ചെയ്തു. ദെൻ ഒറിജിനൽ വേഴ്സസ് ക്ലീൻഡ് ലെങ്ത്ത്. ഒറിജിനൽ PLT ഡോട്ട് ഹിസ്റ്റ് DF ഓഫ് ക്ലീന്
എടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവും. ഏ അല്ലല്ല, ഞാൻ റൺ ചെയ്യിക്കായിരുന്നു നേരത്തെ. റൺ ചെയ്യിച്ചപ്പോൾ അത് രണ്ട് പിക്ചർ അത് കുറേ ഉണ്ടോ? ഇതോ ആ, ഇതിനിപ്പോൾ കുറച്ചുകൂടി ഉണ്ട്. ഏകദേശം കുറച്ചും കൂടി എടുക്കാനുള്ളൂ. ബാക്കിയുള്ളത് ഇതിൽ എക്സ്ട്രാ വരുന്നതാണ്. അത് ഇപ്പോൾ ഓക്കെ. എടുത്തുന്ന ആ തിയറി വരെയുള്ളത് ഞാൻ എടുക്കാം. പിന്നെ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡി എൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് കുറച്ചുകൂടി ചെയ്യാനുണ്ട്, പ്രീ പ്രോസസ്സിങ്. നാളെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യും. ആ, ഡി എൽ എടുത്തു. ഇതും ടൈം സീരീസിൻ്റെ ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ തിയറി എടുത്ത വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വരെ. ആ, അപ്പോൾ ഡി എൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇടയ്ക്ക് കോഡ് മാത്രം ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ, ഒറിജിനൽ ലെങ്ത്ത്, ഇത് ഒറിജിനൽ ലെങ്ത്തും അതിൻ്റെ ക്ലീൻഡ് ടെക്സ്റ്റ് ലെങ്ത്തുമാണ്. അത് കൊടുക്കാമെന്നില്ല. ചേഞ്ച് ചെയ്യാനുണ്ട്, അത് ഞാൻ എന്നാൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ആ, ഇപ്പോൾ ആ ഒരു തിയറിയിൽ, എൻ എൽ പിയുടെ തിയറിയിൽ എടുത്തവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട്. അത് ആ കീവേഡ്സ് ചെക്ക് ചെയ്യുന്നതും പ്രഡിക്റ്റ് ചെയ്യുന്നതും ഒക്കെ മോഡൽസ് ഒക്കെ വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാം. നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതേപോലെ മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രഡിക്റ്റ് ചെയ്യും. ബാഗ് ഓഫ് വേർഡ്സിന് കൗണ്ട് വെക്ടറൈസർ, വൊക്കാബുലറി, വേർഡ് കൗണ്ട്സ്. പിന്നെ അത് സേവ് ചെയ്യുന്ന ഇത്രയൊക്കെ ഉള്ളൂ. നേരത്തെ എടുത്ത കുറച്ച് തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു എൻ എൽ പിയുടെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നത്. ചിലപ്പോൾ നാളെ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡി എൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ. അത് നോക്കിയിട്ട് തന്നാൽ ഇത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിടാം. ആ, ശരി.